സംസാരിച്ച് ജനങ്ങൾ വീണ്ടും വീണ്ടും അവരെന്നോട് ആവശ്യപ്പെട്ടതല്ല, അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു ഇതും പിന്നെ ഇല്ലാതെ, ഒരു വക വ്യത്യാസവും ഇല്ലാതെ ഇന്നത്തെ നിലയിൽ നമ്മുടെ കേരളത്തില്, നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേകിച്ചും പ്രവാസികളുടെ ഇടയിൽ പ്രത്യേകിച്ചും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ മുസ്ലിം ലീഗിൽ ചേരുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ മുസ്ലിം ലീഗിൽ ചേരണം. എന്റെ മാത്രം തീരുമാനമല്ല. ഞാൻ ഒരു ദിവസം രാവിലെ ഇവരോടൊക്കെ പറഞ്ഞ് ഞാൻ പോകണമെന്ന് അങ്ങനെ പോകുന്നതല്ല. മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ എന്നെ എല്ലാവരും സ്വാഗതം ചെയ്തതാണ്. ഒറ്റ സങ്കടം എനിക്കുണ്ട് ഇപ്പോഴും. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സമയത്ത് ഞങ്ങൾ ചെയ്യേണ്ടത്, അത് പറ്റാത്തതിന് എനിക്ക് സങ്കടമുണ്ട്. കാരണം ഒരു കാര്യം നമ്മുടെ പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം നിർത്താം. ഞാനും മുനീറും തമ്മിലുള്ള മത്സരത്തില് ഞാൻ ജയിച്ചു. മുനീർ പരാജയപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ജയിച്ചു. മുനീർ സാഹിബിന്റെ ഒരു ആശുപത്രിയുടെ തറക്കല്ലിടൽ കർമ്മവുമായി ബന്ധപ്പെട്ട് ഒരു യോഗത്തിൽ എന്നെ ക്ഷണിച്ചു, വളാഞ്ചേരി. ഞാൻ ചെന്നു. ലീഗിന്റെ എല്ലാ നേതാക്കന്മാരും വന്നുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. അവിടെയുള്ളതൊക്കെ വലിയ ലീഗിന്റെ വലിയ പ്രവർത്തനം. എന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും മുഖം നടന്ന് കറന്നു. ഞാൻ വളരെ പേടിച്ച് അവരുടെ മുഖം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വളരെ പേടിച്ചല്ല. അപ്പൊ മുനീർ സാഹിബുണ്ട്, അദ്ദേഹം സ്വീകരിച്ചിരുത്തി. മജീദ് സാഹിബുണ്ട്, അവരോട് സംസാരിച്ചു. ആ യോഗത്തില് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇങ്ങനെ സംസാരിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ തങ്ങളെടുത്ത് ഞാൻ ഇരിക്കുകയാണ് ആ ഭാഗത്ത്. മുനീർ സാഹിബിയുടെ രണ്ടാമത്തെ ഇരിക്കണം. ആ ഇടയിലുള്ള കസേര ഒഴിഞ്ഞിരിക്കണം. അവിടെ നിന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരുന്നിരുന്ന് മുനീർ സാഹിബ് ആ കസേരയിലേക്കാണ് മാറി ഇരുന്നിട്ട് തങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും തങ്ങളെ, നമുക്ക് അല്ലിങ്ങോട്ട് വിളിക്കുക, ഞങ്ങളെ വിളിച്ചാൽ ഞാൻ ഒന്ന് പേടിച്ചു. കാരണം കുറെ കാലത്ത് ബന്ധമുള്ളതാണ് തങ്ങളോട്. തങ്ങളൊന്നും അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും എന്തെങ്കിലും ഒന്നും മുനീർ സാഹിബ് ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം ആ പുഞ്ചിരി ഉണ്ടല്ലോ, മോത്ത മായാത്ത പുഞ്ചിരി, ലോകത്തിൽ ഒരു മനുഷ്യനും കിട്ടില്ല ആ പുഞ്ചിരി. അത്രയും ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി, ഹൃദയത്തിൽ നിന്ന് വരുന്ന പുഞ്ചിരി. എന്നാൽ ഒരു കളങ്കം പോലും ഹൃദയത്തിൽ ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അദ്ദേഹത്തിന്റെ ആ പുഞ്ചിരി. അദ്ദേഹം ഒന്നിങ്ങനെ ചിരിച്ചു. അപ്പൊ വീണ്ടും മുനീർ സാഹിബ് പറഞ്ഞു, തമാശയായിരിക്കും. പിന്നെ മുനീർ സാഹിബ് നിങ്ങൾ വിളിക്കില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളോട് മുനീർ ഈ ഭാഗത്തേക്ക് വന്നിരിക്കാൻ, അവിടെ ഇങ്ങോട്ട് മാറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സെനിക്ക് വായിക്കാൻ കഴിയും. വലിയ ഒരു സങ്കടമാണ് ഇപ്പോഴും. അത് അദ്ദേഹം ഈ സമയത്ത് ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് എനിക്കൊരു സങ്കടകരമായിട്ട് എനിക്ക് ശരിക്കും തോന്നുന്നു. ഏതായാലും വളരെ വൈകിയാണെങ്കിലും എനിക്ക് വിവേകം ബോധിപ്പിച്ചതിന് ഞാൻ ദൈവത്തിനോട് വീണ്ടും വീണ്ടും നന്ദി പറയുക. ഞാനിവിടെ സൂചിപ്പിച്ച പോലെ MLA ആകാനോ അല്ലെങ്കിൽ മന്ത്രിയാകാനോ MP ആകാനോ അല്ല എൻ്റെ നിലപാടിന് മാറ്റം ഉണ്ടായിരുന്നത്. ഈ നാടിനെ സേവിക്കാനാണ്, ജനങ്ങളെ സേവിക്കാനാണ്. എനിക്ക് MLA ആവണ്ട, മന്ത്രി ആവണ്ട, ഒന്നും ആവണ്ട, ഈ സ്റ്റേജിലൊരു സീറ്റും വേണം. എനിക്ക് നിങ്ങളുടെ കൂടെ ആ പിന്നില് സീറ്റില്ലാതെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവരുടെ കൂടെ എനിക്കൊരു സീറ്റ് തന്നാൽ മതി. അതാണ് രാഷ്ട്രീയം. അതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. നമ്മുടെ നേതാക്കന്മാരെ പഠിപ്പിച്ച രാഷ്ട്രീയം അതാണ്. പാപ്പത്തങ്ങളും CH-ഉം കോയത്തങ്ങളും എല്ലാവരും പഠിപ്പിച്ചു തന്ന രാഷ്ട്രീയം അതാണ്. അപ്പൊ അതിന് നിങ്ങളെ അനുവദിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.